ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 52 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 53, 54 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ അയ്മാനിഹിം ലഇൻ അമർതഹും ലയഖ്റുജുന്ന ഖുൽ ലാ തുഖ്സിമൂ ത്വാഅത്തും മഅറൂഫ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഖുൽ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതിഊഹു തഹ്തദൂ വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് കപടവിശ്വാസികളുടെയും സത്യവിശ്വാസികളുടെയും ചില നിലപാടുകളെക്കുറിച്ചാണ്. കപടവിശ്വാസികൾക്കിടയിൽ വിധി പറയാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും അവർ ക്ഷണിക്കപ്പെട്ടാൽ അവർക്ക് ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ വരും, അല്ലെങ്കിൽ വരില്ല. എന്നാൽ സത്യവിശ്വാസികളുടെ നിലപാട്, ഏതൊരു കാര്യത്തിന് അവരെ ആ രൂപത്തിൽ ക്ഷണിച്ചാലും ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും വരും. അതായത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ അവർ ഏത് സമയത്തും തയ്യാറാണ്. അത്തരം ആളുകൾക്കാണ് വിജയം എന്നും അള്ളാഹു കൃത്യമായിട്ട് അവിടെ പറഞ്ഞു. ശേഷം അള്ളാഹു പറയുന്നത് വ അഖ്സമൂ ബില്ലാഹി ജഹ്ദ ഐമാനിഹിം. വ അഖ്സമൂ, അഖ്സമ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു എന്നാണ്, സത്യം ചെയ്ത് പറഞ്ഞു. അഖ്സമൂ, അവർ സത്യം ചെയ്ത് പറഞ്ഞു. വ അഖ്സമൂ, അവർ സത്യം ചെയ്ത് പറയുകയും ചെയ്തു. വാവ് അത്ഫിൻ്റെ വാവ്. വ അഖ്സമൂ, അവർ സത്യം ചെയ്ത് പറയുകയും ചെയ്തു, അല്ലെങ്കിൽ അവർ സത്യം ചെയ്ത് പറയുകയും ചെയ്യുന്നു എന്നും പറയാം. ബില്ലാഹി, അള്ളാഹുവിൽ. ബി എന്ന് പറഞ്ഞാൽ ഇൽ, ബില്ലാഹി അള്ളാഹുവിൽ. ജഹ്ദ ഐമാനിഹിം. ജഹ്ദ എന്ന് പറഞ്ഞാൽ പരിശ്രമം. നമുക്കറിയാം, ജിഹാദ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പരിശ്രമിക്കുക, ത്യാഗം ചെയ്യുക, കഴിവിൻ്റെ പരമാവധി ചെയ്യുക, അല്ലെങ്കിൽ ശക്തിയോടുകൂടി ചെയ്യുക. ജഹ്ദ ഐമാനിഹിം. യമീൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഐമാൻ. യമീൻ എന്ന് പറഞ്ഞാൽ വലതുവശം, വലതു ഭാഗം എന്നൊക്കെ അർത്ഥമുണ്ട്. അതേപോലെ തന്നെ സത്യം എന്നർത്ഥമുണ്ട്. അപ്പോൾ ഐമാൻ, സത്യങ്ങൾ, ശപഥങ്ങൾ. ഐമാനുഹും, ഐമാനിഹിം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ശപഥങ്ങൾ, അവരുടെ സത്യങ്ങൾ, അവരുടെ പ്രതിജ്ഞകൾ. ജഹ്ദ ഐമാനിഹിം. ശരിക്ക് ജഹ്ദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം, ത്യാഗം. അപ്പോൾ ജഹ്ദ ഐമാനിഹിം, അവരുടെ സത്യങ്ങളുടെ ത്യാഗം, അല്ലെങ്കിൽ അവരുടെ സത്യങ്ങളുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയും പ്രകാരമുള്ള സത്യങ്ങൾ, അല്ലെങ്കിൽ ത്യാഗം ചെയ്തുകൊണ്ടുള്ള അങ്ങേ അറ്റത്തെ ശക്തിമത്തായ രൂപത്തിലുള്ള സത്യങ്ങൾ, ശപഥങ്ങൾ. ഇവിടെ സത്യം എന്നുള്ളതിന് 2 പദങ്ങൾ വന്നു. ഒന്ന് ഖസം, അഖ്സമൂ എന്നുള്ളതിൽ നിന്ന് ഖസം, അതായത് സത്യം. മറ്റൊന്ന് യമീൻ എന്നുള്ളതിൻ്റെ ബഹുവചനം ഐമാൻ, അതും സത്യം തന്നെയാണ്. ഈ 2 പദങ്ങൾ തമ്മിൽ ചില ചെറിയ വ്യത്യാസങ്ങളുള്ളതായിട്ട് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, ഖസം എന്നുള്ള ആ ഒരു പദം ഉപയോഗിക്കാറുള്ളത് മറ്റൊരാളുടെ മനസ്സിലുള്ള സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ പറയാം ഉറപ്പായിട്ടും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, സത്യം ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ ഒരാൾക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ ആ സംശയം ദൂരീകരിക്കാനാണ് ഖസം എന്നുള്ള പദം ഉപയോഗിക്കാറ്. അതേസമയത്ത് യമീൻ, ഐമാൻ എന്നുള്ള ആ ഒരു സത്യം എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് മറ്റൊരാൾ നമ്മളുടെ മേൽ എന്തെങ്കിലും കുറ്റം ചുമത്തുകയാണെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഒരു കുറ്റപ്പെടുത്തലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്, എങ്കിലും 2 രൂപത്തിലും ഉപയോഗിക്കാം. ല ഇൻ അമർത്തഹും, ല അങ്ങനെ തന്നെ, ഇൻ എങ്കിൽ, അമർത്തഹും അമറ കൽപ്പിച്ചു, അമർത്ത നീ കൽപ്പിച്ചു, താങ്കൾ കൽപ്പിച്ചു, ഹും അവരോട്. ല ഇൻ അമർത്തഹും താങ്കൾ അവരോട് കൽപ്പിച്ചുവെങ്കിൽ, അമർത്തഹും അവരോട് താങ്കൾ കൽപ്പിച്ചു, ല ഇൻ അമർത്തഹും താങ്കൾ അവരോട് കൽപ്പിച്ചുവെങ്കിൽ. ല യഹ്റുജുന്ന, ഖറജ പുറത്തു വന്നു, യഹ്റുജു പുറത്തു വരും, പുറത്തു വരുന്നു.
യഹ്റുജൂന അവർ പുറത്തു വരും, അവർ പുറത്തു വരുന്നു. അതിൻ്റെ തുടക്കത്തിൽ ല എന്ന് കൊടുത്താൽ അത് തൗക്കീദിന് വേണ്ടിയിട്ടാണ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനത്തിൽ ഒരു ഷദ്ദുള്ള നൂന് കൊടുത്താൽ അതും തൗക്കീദിന് വേണ്ടിയിട്ടാണ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ല യഹ്റുജൂന ന എന്നാവും. അതിനെ ചുരുക്കിയിട്ടാണ് ല യഹ്റുജുന്ന എന്നാക്കിയത്. നമ്മൾ ചെറിയ സൂറത്തിൽ പഠിച്ചല്ലോ, സുമ്മ ലതുസ് അലുന്ന യൗമ ഇതിൻ, ലതുസ് അലുന്ന അതെങ്ങനെ വന്നതാ? ലതുസ് അലൂനന്ന. അതേപോലെയാണ് ഇവിടെ ല യഹ്റുജൂനന്ന, അതാണ് യഹ്റുജുന്ന എന്നായി മാറിയത്. അപ്പോൾ ല യഹ്റുജുന്ന നിശ്ചയമായും അവർ പുറപ്പെടുക തന്നെ ചെയ്യും. അതുവരെയുള്ള ആയത്തിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ വ അഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവർ ശക്തിമത്തായ സത്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറയുന്നു. ല ഇൻ അമർത്തഹും ല യഹ്റുജുന്ന, താങ്കൾ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ശരി, കുല്ല തുഖ്സിമു, കുൽ നബിയെ താങ്കൾ പറയുക, ഖാല പറഞ്ഞു, കുൽ നീ നീ പറയണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായതുകൊണ്ട് നബിയെ താങ്കൾ പറയുക, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. ലാ തുഖ്സിമു, അഖ്സമ സത്യം ചെയ്തു, യുഖ്സിമു തുഖ്സിമു എന്നൊക്കെ പറഞ്ഞാൽ സത്യം ചെയ്യും, സത്യം ചെയ്യുന്നു. തുഖ്സിമൂന നിങ്ങൾ സത്യം ചെയ്യും, നിങ്ങൾ സത്യം ചെയ്യുന്നു. അതിൻ്റെ മുമ്പിൽ ലാ വരുമ്പോൾ അത് കൽപ്പനക്രിയയുടെ രൂപത്തിൽ എഴുതാം. ലാ തുഖ്സിമു അവസാനത്തെ നൂന് കളഞ്ഞിട്ട്, അതായത് ജസ്മ് കൊടുക്കും. അപ്പോൾ ലാ തുഖ്സിമു നിങ്ങൾ സത്യം ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല. ത്വാഅത്തുൻ മഅറൂഫത്തുൻ, ത്വാഅത്ത് അനുസരണമാണ്, മഅറൂഫത്തുൻ അറിയപ്പെട്ട അല്ലെങ്കിൽ പരിചയമുള്ള അല്ലെങ്കിൽ പുണ്യപ്പെട്ട. ത്വാഅത്തും മർഫുഅ അറിയപ്പെട്ട അനുസരണമാണ്, അല്ലെങ്കിൽ പരിചയമുള്ള അനുസരണമാണ്, അല്ലെങ്കിൽ പുണ്യപ്പെട്ട അനുസരണമാണ്. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു, ഇന്ന നിശ്ചയമായും തീർച്ചയായും, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു, ഖബീറുൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്, ബിമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. അമില പ്രവർത്തിച്ചു, യഅമലു അവൻ പ്രവർത്തിക്കും, അവൻ പ്രവർത്തിക്കുന്നു. തഅമലു നീ പ്രവർത്തിക്കും, നീ പ്രവർത്തിക്കുന്നു. തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കും, നിങ്ങൾ പ്രവർത്തിക്കുന്നു. മാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവർക്ക് കഴിയും പ്രകാരമുള്ള സത്യങ്ങൾ അല്ലെങ്കിൽ ശക്തിമത്തായ സത്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ അവർ സത്യം ചെയ്ത് പറയുന്നു. ല ഇൻ അമർത്തഹും ല യഹ്റുജുന്ന, താങ്കൾ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അതാണ് അവർ സത്യം ചെയ്തുകൊണ്ട് പറയാം. ഖുൽ നബിയെ താങ്കൾ അവരോട് പറയണം, ലാ തുഖ്സിമു നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല. ത്വാഅത്തും മഅറൂഫ അറിയപ്പെട്ട അനുസരണമാണ്, അല്ലെങ്കിൽ ആ അനുസരണം അറിയപ്പെട്ടതാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അടുത്ത ആയത്ത്, ഖുൽ അത്തിയഉല്ലാഹ വ അത്തിയഉർ റസൂല, ഖുൽ നബിയെ താങ്കൾ പറയുക, അത്തിയഉല്ലാഹ അത്താ അനുസരിച്ചു, അത്യ നീ അനുസരിക്ക്, അത്തിയഊ നിങ്ങൾ അനുസരിക്കുവീൻ, അത്തിയഉല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവീൻ, വ അത്തിയഊ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ, വാവ് അത്ഫിൻ്റെ വാവ്, വ അത്തിയഊ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ, അർ റസൂല റസൂലിനെ ദൂതനെ. അപ്പോൾ ഖുൽ അത്തിയഉല്ലാഹ വ അത്തിയഉർ റസൂല, നബിയെ താങ്കൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ ദൂതനെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ. വ ഇൻ തവല്ലൗ ഫ ഇന്നമാ അലൈഹി മാ ഹുമ്മില, ഫ ഇൻ തവല്ലൗ, ഫ ഇനി അല്ലെങ്കിൽ അപ്പോൾ, ഇൻ തവല്ലൗ തവല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു, പിന്മാറി. അതിൻ്റെ മുതാരിയാണ് യതവല്ല, തതവല്ല എന്നൊക്കെ. തതവല്ല എന്ന് പറഞ്ഞാൽ നീ പിന്മാറുന്നു, നീ പിന്മാറും, അല്ലെങ്കിൽ നീ തിരിഞ്ഞു കളയുന്നു, നീ തിരിഞ്ഞു കളയും. തതവല്ലൗന നിങ്ങൾ പിന്മാറുന്നു, നിങ്ങൾ പിന്മാറും. അതിൻ്റെ മുമ്പിൽ ഇൻ വരുമ്പോൾ
ഇൻ തത്തവല്ലൗ എന്നാവും. ആ തത്തവല്ലൗ എന്നുള്ളതിനെ ചുരുക്കിയിട്ട് തവല്ലൗ എന്നും എഴുതാം. ആ രണ്ട് താകളിൽ ഒരു താവിനെ ഒഴിവാക്കാം. അപ്പോൾ ഇൻ തവല്ലൗ, നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ. ഫ ഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ. ഫ ഇന്നമാ, ഫ അപ്പോൾ, ഇന്നമാ നിശ്ചയമായും അത് മാത്രമാണ്. ഇന്ന നിശ്ചയമായും, ഇന്നമാ എന്നാവുമ്പോൾ നിശ്ചയമായും അത് മാത്രമാണ്. ആ മാത്രം എന്നുള്ളത് ശേഷം വരുന്ന ഏതെങ്കിലും ഒരു പദവുമായിട്ടാണ് ചേർക്കുക. അത് നമുക്ക് നോക്കാം എവിടെയാണെന്ന്. അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാധ്യത. നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ മേലുള്ളത്, അദ്ദേഹത്തിൻ്റെ ബാധ്യതയായിട്ടുള്ളത്. മാ ഹുമ്മില, ഹമ്മല എന്ന് പറഞ്ഞാൽ ചുമതലപ്പെടുത്തിയെന്നാണ്. ഹുമ്മില ചുമതലപ്പെടുത്തപ്പെട്ടു. മാ ഹുമ്മില ചുമതലപ്പെടുത്തപ്പെട്ടത്. അവിടേക്കാണ് മാത്രം എന്നുള്ളത് ചേർക്കുക, തുടക്കത്തിലുള്ളത്. അപ്പോൾ ഫ ഇന്നമാ അലൈഹി മാ ഹുമ്മില, തീർച്ചയായും അദ്ദേഹം ചുമതലപ്പെടുത്തപ്പെട്ടത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. വ അലൈക്കും, വാവ് അത്തിഫിൻ്റെ വാവായിട്ടോ ഇസ്തിനാഫയുടെ വാവായിട്ടോ പറയാം. വ അലൈക്കും, ഇനി നിങ്ങളുടെ മേൽ, അല്ലെങ്കിൽ എന്നാൽ നിങ്ങളുടെ മേൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ആയിരിക്കും. മാ ഹുമ്മിൽത്തും, നിങ്ങൾക്ക് ചുമതലപ്പെടുത്തപ്പെട്ടത്. മാ എന്ന് പറഞ്ഞാൽ അത്, യാതൊന്ന്. ഹുമ്മില ചുമതലപ്പെടുത്തപ്പെട്ടു. ഹുമ്മിൽത്തും നിങ്ങൾ ചുമതലപ്പെടുത്തപ്പെട്ടു. മാ ഹുമ്മിൽത്തും നിങ്ങൾ ചുമതലപ്പെടുത്തപ്പെട്ടത്. വ ഇൻ തുതിയൂഹു, അതാ അനുസരിച്ചു. യുതിയൂ, തുതിയൂ അനുസരിക്കും, അനുസരിക്കുന്നു. തുതിയൂന നിങ്ങൾ അനുസരിക്കും, നിങ്ങൾ അനുസരിക്കുന്നു. അതിനു മുമ്പിൽ ഇൻ എന്ന് ചേർക്കുമ്പോൾ ഇൻ തുതിയൂ എന്നാവും. നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്, ഇസ്തിനാഫയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. വ ഇൻ തുതിയൂ, ഇനി നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ. ഹു അദ്ദേഹത്തെ, ഇനി നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ. തഹ്തദൂ, ഇഹ്തദ എന്ന് പറഞ്ഞാൽ നേർമാർഗം പ്രാപിച്ചു. യഹ്തദി, തെഹ്തദി എന്നൊക്കെ പറഞ്ഞാൽ നേർമാർഗം പ്രാപിക്കും, നേർമാർഗം പ്രാപിക്കുന്നു. തെഹ്തദൂന നിങ്ങൾ നേർമാർഗം പ്രാപിക്കും, നിങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നു. അവിടെ ആ ഇന്ന് വന്നതുകൊണ്ട് അത് ജസ്മ് കിട്ടി. അപ്പോൾ അവസാനത്തെ നൂന് പോയി. തെഹ്തദൂ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. വ ഇൻ തുതിയൂഹു തെഹ്തദൂ, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. വമാ അലർ റസൂലി, വാവ് ഇസ്തിനാഫയുടെ വാവാണ്, അർത്ഥം കൊടുക്കണ്ട. മാ ഇല്ല, അല മേൽ, അർ റസൂലി ദൂതൻ്റെ. മാ അലർ റസൂലി ദൂതൻ്റെ മേൽ ഇല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഇല്ല, ബാധ്യതയില്ല എന്നർത്ഥം. ഇല്ലൽ ബലാഗുൽ മുബീൻ, ഇല്ല അല്ലാതെ. എന്തല്ലാതെ? അൽ ബലാഗ്, ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ, പ്രബോധനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ മുബീൻ വ്യക്തമായ. അപ്പോൾ വ്യക്തമായ എത്തിക്കൽ, ആളുകൾക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി എത്തിച്ചു കൊടുക്കലല്ലാതെ മറ്റൊന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ബാധ്യതയില്ല. അല്ലെങ്കിൽ പ്രബോധനമല്ലാതെ മറ്റൊന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ബാധ്യതയില്ല. ഒന്നിച്ചിയാത്തിൻ്റെ അർത്ഥം ഖുൽ അത്തിയുല്ലാഹ വ അത്തിയു റസൂല, നബിയെ താങ്കൾ അവരോട് പറയുക, അള്ളാഹുവിനെ അനുസരിക്കുവാനും അവൻ്റെ ദൂതനെ അനുസരിക്കുവാനും. ഫ ഇൻ തവല്ലൗ ഫ ഇന്നമാ അലൈഹി മാ ഹുമ്മില വ അലൈക്കും മാ ഹുമ്മിൽത്തും. ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അവർ പിന്മാറുകയാണെങ്കിൽ അവർ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ മേൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ചുമതലപ്പെടുത്തപ്പെട്ടത് മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യതയായിട്ടുള്ളത്. വ അലൈക്കും മാ ഹുമ്മിൽത്തും, നിങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് നിങ്ങൾക്ക് ചുമതലപ്പെടുത്തപ്പെട്ടതാണ്. വ ഇൻ തുതിയൂഹു തഹ്തദൂ, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. വമാ അല റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനമല്ലാതെ മറ്റൊന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ബാധ്യതയായിട്ടില്ല. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ എന്താണ് അള്ളാഹു പറയുന്നത്? വ അഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, ശക്തിമത്തായ സത്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ അവർ ചെയ്യും. അവർ സത്യം ചെയ്തുകൊണ്ട് പറയും. ആര്? അത് രണ്ട് രൂപത്തിൽ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ ആയത്തിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കപടവിശ്വാസികളുടെ കാര്യങ്ങളും മനസ്സിലാക്കി, സത്യവിശ്വാസികളുടെ കാര്യങ്ങളും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ കപടവിശ്വാസികളുടെ ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെടുത്തി അർത്ഥം പറഞ്ഞവരുണ്ട്, സത്യവിശ്വാസികളുടെ നിലപാടിനോട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനം കൊടുത്തവരുമുണ്ട്.
കപടവിശ്വാസികളുടെ നിലപാടിനോട് ബന്ധപ്പെടുത്തി ഇതിനർത്ഥം കൊടുക്കുകയാണെങ്കിൽ ആ കപടവിശ്വാസികളുടെ കാര്യമാണ് ഇതിൽ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. വഖസമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവർ ശക്തിമത്തായ സത്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ പറയും. ആര്? കപടവിശ്വാസികൾ. ലഇൻ അമർത്തഹും, താങ്കൾ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ, ലയഹ്റുജുന്ന, അവർ പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അതാണ് അവർ സത്യം ചെയ്തുകൊണ്ട് പറയാം. അവർ അള്ളാഹുവിൻ്റെ ദൂതനോട് സത്യം ചെയ്തുകൊണ്ട് പറയും, താങ്കൾ ഞങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഞങ്ങൾ പുറപ്പെടും. യുദ്ധത്തിനും മറ്റുമൊക്കെ പുറപ്പെടാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞാൽ അവർ ആ സമയത്ത് അതിന് തയ്യാറാവില്ല. എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് മാറി നിൽക്കും. എന്നിട്ട് അവർ പറയും, ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ, ഇനി എപ്പോഴെങ്കിലും ഇതുപോലൊരു അവസരം വരികയാണെങ്കിൽ എന്തായാലും ഞങ്ങൾ പുറപ്പെടുക തന്നെ ചെയ്യും. താങ്കൾ ഞങ്ങളോട് ഇനി കൽപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് പറ്റില്ല, പക്ഷേ ഭാവിയിൽ താങ്കൾ ഞങ്ങളോട് പറയുകയാണെങ്കിൽ, കൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് അനുസരിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ പുറപ്പെടുക തന്നെ ചെയ്യും. കുൽ, നബിയെ താങ്കൾ അവരോട് പറയാ, കപടവിശ്വാസികളോട് പറയാ, ലാ തുഖ്സിമു, നിങ്ങളങ്ങനെ സത്യം ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ത്വാഅത്തും മഅറൂഫ, നിങ്ങളുടെ ഈ സ്വഭാവം അറിയപ്പെട്ടതാണ്, നിങ്ങളുടെ ഈ അനുസരണം ഉണ്ടല്ലോ അത് അറിയപ്പെട്ടതാണ്, എല്ലാവർക്കും പരിചയമുള്ളതാണ്, നിങ്ങൾ ഇങ്ങനെയാണ് പറയാന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ സത്യം ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അനുസരണം അത് അറിയപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നുള്ള കാര്യം. ഇത് ഇനി സത്യവിശ്വാസികളോടാണ് പറയുന്നുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ വഖസമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, സത്യവിശ്വാസികൾ അവരോട് എന്തൊരു കാര്യം പറഞ്ഞാലും അവർ പറയും, ഞങ്ങൾ തീർച്ചയായിട്ടും സമയന വാത്തോന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. എന്നിട്ട് അവർ സത്യം ചെയ്തുകൊണ്ട് പറയും, തീർച്ചയായും ഞങ്ങൾ അങ്ങനെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. താങ്കൾ ഞങ്ങളോട് എന്താണോ കൽപ്പിക്കുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങളോട് പുറപ്പെടാൻ പറഞ്ഞാൽ ഞങ്ങൾ പുറപ്പെടും, താങ്കൾ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ അവർ സത്യം ചെയ്തുകൊണ്ട്, സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറയും. അപ്പോൾ അവരോട് പറയാൻ വേണ്ടി പറയാം, സത്യവിശ്വാസികളോട് പറയാൻ വേണ്ടി പറയാണ്, ഖുൽ, നബിയെ താങ്കൾ അവരോട് പറയുക, ലാ തുഖ്സിമു, നിങ്ങളങ്ങനെ സത്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സത്യവിശ്വാസികളാണ്. നിങ്ങളങ്ങനെ പറഞ്ഞാൽ, ഞങ്ങളങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണ്. പിന്നെ അത് സത്യം ചെയ്തുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുന്നവരാ, നിങ്ങൾ സത്യവിശ്വാസികളാണ്. അതുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്ത് പറയേണ്ടവരല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ത്വാഅത്തും മഅറൂഫ, നിങ്ങളുടെ ആ അനുസരണം ഉണ്ടല്ലോ, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്ന നിങ്ങളുടെ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് മഅറൂഫ, അറിയപ്പെട്ടതാണ്, അത് പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നവരാ. പിന്നെ നിങ്ങൾ സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ഈ ചെയ്യുന്ന ത്യാഗം, നിങ്ങൾ ഈ ചെയ്യുന്ന സൽപ്രവൃത്തികൾ, അതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആയത്തിൽ പറഞ്ഞ കാര്യം അത് കപടവിശ്വാസികളെക്കുറിച്ചുള്ളതുമാവാം, സത്യവിശ്വാസികളെക്കുറിച്ചുള്ളതും ആവാം, രണ്ടിനും അത് യോജിക്കും. ഈ ഒരു കാര്യം ഈ കാലത്തും വ്യക്തമാണല്ലോ. ചില ആളുകളൊക്കെ ഞാൻ നാളെ എന്തായാലും വരാം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, നമുക്ക് ഉറപ്പായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞോ എന്നാൽ വരും, എന്തായാലും അയാൾ വന്നിരിക്കും. കാരണം അയാൾ വരാമെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ അയാൾ വന്നിരിക്കും. ചില ആളുകളൊക്കെ നാളെ ഞാൻ വരാം എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നുകൂടെ എടുത്ത് ചോദിക്കും, ഉറപ്പല്ലേ, വരൂലേ എന്ന് ചോദിക്കും. എന്താ അങ്ങനെ സംശയത്തോടു കൂടെ ചോദിക്കാൻ കാരണം? പല പ്രാവശ്യം ഇതിന് മുമ്പും അങ്ങനെയൊക്കെ പറഞ്ഞാലും അത് തെറ്റിച്ചിട്ടുണ്ടാവും. വരാമെന്നൊക്കെ ഉറപ്പ് പറഞ്ഞാലും വരൂല, പിന്നെ എന്തെങ്കിലും ഒഴികഴിവ് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ഈ കാലത്തും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കപടവിശ്വാസികളുടെ നിലപാട് അങ്ങനെയായിരുന്നു. അവരങ്ങനെ പല സത്യങ്ങളും പറയും. പക്ഷേ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്നവരാണ്, അവർ പിന്നെ സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാലത്തും ആ തരത്തിൽ ആളുകളുണ്ട് എന്നർത്ഥം. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, ഖുൽ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, നബിയെ താങ്കൾ അവരോട് പറയണം, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക. രണ്ട് കൂട്ടരോടാണെങ്കിലും, അതായത് കപടവിശ്വാസികളോടാണ് ഈ ഒരു അഭിസംബോധന എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ഇനി സത്യവിശ്വാസികളോടാണെന്നുണ്ടെങ്കിൽ അവരോട് പറയണം, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക. ഫഇൻ തവല്ലൗ, നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ, നിങ്ങളതനുസരിക്കാതെ നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഫഇന്നമാ അലൈഹി മാ ഹുമ്മില, എന്താണോ അള്ളാഹു
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അത് മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യത. അല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം ചുമതലപ്പെടുത്തപ്പെട്ടത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. എന്താണ് അദ്ദേഹം ചുമതലപ്പെടുത്തപ്പെട്ടത്? അത് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, വമാ അല റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. വ്യക്തമായ പ്രബോധനമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയില്ല. ആളുകൾക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതല്ലാതെ ആളുകളെ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവരല്ലോ, ആളുകളെ കൊണ്ട് നിർബന്ധിച്ച് നല്ലതുകൾ ചെയ്യിപ്പിക്കലോ ഒന്നും അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയില്ല. ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, പ്രബോധനം ചെയ്യുക, ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. വ അലൈക്കും മാ ഹുമിൽത്തും, നിങ്ങൾ ചുമതലപ്പെടുത്തപ്പെട്ടതാണ് നിങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, അതാണ് നിങ്ങൾക്ക് ബാധ്യതയായിട്ടുള്ളത്. വ ഇൻ തുതിഊഹു തഹ്തദൂ, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം. ഇനി നമുക്ക് ഈ 2 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വ അഖ്സമു, ഖാഫിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്തു പറയണം, വെളിവാക്കി പറയണം, ഗൗരവത്തിൽ പറയണം. അഖ്സമു, ഖ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. വ അഖ്സമു ബില്ലാഹി, അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസറുള്ള അക്ഷരം വന്നാൽ ആ അള്ളാഹു എന്നുള്ളതിനെ ലാ എന്നുള്ള രൂപത്തിൽ ഉച്ചരിക്കണം. ബില്ലാഹി, ബില്ലാഹി എന്ന് പറയില്ല, ബില്ലാഹി. ജഹ്ദ ഐമാനിഹിം ല ഇൻ അമർത്തഹും, ല ഇൻ അവിടെ ഒരു സുക്കൂനുള്ള നൂന് വന്നു, അതിനുശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ വെളിവാക്കണം, ഇൽഹാർ ചെയ്യണം. അപ്പോൾ ല ഇൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അത്തരം സന്ദർഭങ്ങളിൽ ആ സുക്കൂനുള്ള നൂനിന്, ആ പുള്ളിക്ക് പുറമേ സുക്കൂനിൻ്റെ അടയാളം ഉണ്ടാവും. അമർത്തഹും ല യഹ്റുജുന്ന, അവിടെ നൂനിൻ്റെ ശബ്ദം മണിക്കുക. അവിടെ ഒരു സിലി കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, നിർത്താതെ ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിർത്തുകയാണെങ്കിൽ ല യഹ്റുജുൻ എന്നുള്ള രൂപത്തിൽ അവിടെ ആ നൂനിന് സുക്കൂനിട്ടിട്ട് ഒരൽപ്പം നീട്ടിയിട്ട് അവിടെ നിർത്തുക. കുല്ല, അവിടെ 2 ലാമുകൾ അടുത്തടുത്ത് വന്നു. ആദ്യത്തെ ലാമിന് സുക്കൂനാണ്, അപ്പോൾ 2 ലാമും കൂടെ ലയിപ്പിച്ച് ഒറ്റ ലാമായിട്ട് പറയാം. കുല്ല. ഇദ്ഗാം മുതമാസിലേനി, ഒരേപോലെയുള്ള 2 അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂന് വന്നാൽ രണ്ടും കൂടെ ലയിപ്പിച്ച് പറയുന്നതിനെയാണ് ഇദ്ഗാം മുതമാസിലേനി എന്ന് പറയാം. തുഖ്സിമു, അവിടെ ഖാഫിന് സുക്കൂന് നേരത്തെ പറഞ്ഞ പോലെ അത് വെളിവാക്കി പറയണം, കുറച്ച് കട്ടിയിൽ പറയണം. തുഖ്സിമു, അവിടെ ഒരു സിലി കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. തുഖ്സിമു. താഅത്തും മഅറൂഫ, അവിടെ മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നു, ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ താഅത്തും മഅറൂഫ, താഅത്തും മഅറൂഫ. മഅറൂഫത്തുൻ എന്നാണ് അവിടെ ഒരു ജീമ് കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ മഅറൂഫ എന്ന് പറഞ്ഞിട്ട് ആ മഅറൂഫത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ താ ഉണ്ടല്ലോ, ഹാത്ത, ആ താഇനെ ഹാ ആണെന്ന് വിചാരിക്കുക, എന്നിട്ട് അതിന് സുക്കൂന് കൊടുക്കുക. അപ്പോൾ മഅറൂഫ എന്നാണ്, അല്ലാതെ മഅറൂഫത്ത് എന്നല്ല. മഅറൂഫ എന്നുള്ള രൂപത്തിൽ, ഹ് എന്നുള്ള രൂപത്തിലാണ് അവിടെ ഉച്ചാരണം കൊടുക്കേണ്ടത്. അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ മഅറൂഫത്തുൻ എന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഇന്നല്ലാഹ, അവിടെ ഹംസയാണ് വന്നത്. അപ്പോൾ ചേർത്തി ഓതുമ്പോൾ തൻവീന് ശേഷം ഹംസ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ മഅറൂഫത്തുൻ ഇന്ന, മഅറൂഫത്തുൻ ഇന്ന. ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ, ഖബീറുൻ ബിമാ. അവിടെ ഖബീറുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം ബ ആണ്. ബാഇൻ്റെ മുമ്പ് തൻവീനോ സുക്കൂനിലെ നൂനോ വന്നാൽ ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ അല്ലെങ്കിൽ സുക്കൂനിലെ നൂനിനെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ ഖബീറുൻ എന്നല്ല പറയുക, ഖബീറും, സാവകാശം മീമിലേക്ക് കൊണ്ടുപോവുക. ഖബീറും ബിമാ തഅമലൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്ത ആയത്ത് ഖുൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അവിടെ സിലി കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. അവിടെ നിർത്തുകയാണെങ്കിൽ റസൂൽ എന്ന് പറഞ്ഞിട്ട് ലാമിന് സുക്കൂനിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടൽ വേണമെങ്കിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്ത് പോവുക. ഫ ഇൻ തവല്ലൗ, താഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഫ ഇൻ തവല്ലൗ, ഫ ഇന്നമ നൂനിൻ്റെ ശബ്ദ് മണിക്കുക. അലൈഹി മാ ഹുമ്മില, മീമിൻ്റെ ശബ്ദ് മണിക്കുക. വഅലൈക്കുമ്മ, അവിടെ 2 മീമുകൾ അടുത്തടുത്ത് വന്നു. 2 മീമുകൾ അടുത്തടുത്ത് വന്നതിൽ ആദ്യത്തെ മീമിന് സുക്കൂനാണ്. അപ്പോൾ രണ്ടിനെയും കൂടെ ചേർത്ത് ഷദ്ദുള്ള മീമാക്കിയിട്ട് മണിച്ചിട്ട് ഉച്ചരിക്കുക. ഇദ്ഗാം മുതമാസിലൈനി. ഈ ഇദ്ഗാം മുതമാസിലൈനി എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരിക,
അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാവുക, ഇതാണല്ലോ ഇദ്ഗാം മുത്തമാസിലൈനി. അപ്പോൾ അതിനെ ചേർത്തി ഓതുന്നതിന് അവിടെ മീമുകളാണ് അങ്ങനെ വന്നതുണ്ടെങ്കിൽ ആദ്യത്തെ മീമിന് സുക്കൂനും രണ്ടാമത്തെ മീമിന് ഹർക്കത്തും, അത്തരം സന്ദർഭങ്ങളിൽ അതിനെ ഇദ്ഗാം മുത്തമാസിലൈനിയാണ്, പക്ഷേ അതിന് പ്രത്യേകമായിട്ട് ഇദ്ഗാം ശഫവി എന്നും പറയും. അപ്പോൾ ഇത് ഇദ്ഗാം ശഫവിയാണ്, കാരണം മീമുകളാണ് വന്നത്. ഷഫി എന്ന് പറഞ്ഞാൽ ചുണ്ടുകളിൽ നിന്ന് വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ വഅലൈക്കും ഹുമ്മിൽത്തും, അവിടെ മീമിൻ്റെ ഷദ് മണിക്കുക. അവിടെ ഒരു സിലി കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും ഉത്തമം. ഇൻ തുതിയോ, നേരത്തെ പറഞ്ഞ പോലെ താവിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് അതിന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ തുതിയോഹു എന്നുള്ളൊരു ഹ ഉലമീർ ഉണ്ട്, അതിനെ നീട്ടാൻ പാടില്ല. കാരണം അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ടെങ്കിലും മുമ്പുള്ള അക്ഷരം ഒരു ദൈർഘ്യമാണ്, നീട്ടലാണ്. തുത്തിയോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നീട്ടലാണ് വരുന്നത്. ആ ഒരു മദ്ദിനെ അല്ലെങ്കിൽ നീട്ടലിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല, അത് സുക്കൂനിലൊരു അക്ഷരമായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തുത്തിയോഹു എന്നേ പറയാവൂ. തഹ്തദൂ, അവിടെ ഒരു ജീമ് കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. വമാ അലർ റസൂലി ഇല്ലൽ ബലാഹുൽ മുബീൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ടു മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ അയ്മാനിഹിം ലഇൻ അമർതഹും ലയഖ്റുജുന്ന ഖുൽ ലാ തുഖ്സിമൂ ത്വാഅത്തും മഅറൂഫ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഖുൽ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതിഊഹു തഹ്തദൂ വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വഅഖ്സമൂ ബില്ലാഹി, അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ഹർഫ് ജറായിട്ടുള്ള ബി വന്നു. ബി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു ഹർഫ് ജറ് വന്നാലും അതിന് ശേഷമുള്ള ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. ഇവിടെ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസ്റിടാനുള്ള കാരണം ആ ബി വന്നതുകൊണ്ടാണ്. ബില്ലാഹി, അവസാനത്തിൽ ഹി എന്ന് പറയാൻ കാരണം ആ ബി വന്നതുകൊണ്ടാണ്. ജഹ്ദ ഐമാനിഹിം, അവിടെ ശരിക്ക് ഐമാനുഹും എന്നാണ്, അവരുടെ ശബ്ദങ്ങൾ, അവരുടെ സത്യങ്ങൾ. ആ ഐമാൻ എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ജഹദ് വന്നു. ജഹദ് എന്നുള്ളതിനെ ഐമാനിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിന് മുദാഫിൻ ഇലൈഹി എന്ന് പറയും, അതിനെപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് ഐമാനു എന്നെഴുതാതെ ഐമാനി എന്നെഴുതിയത്, അത് മുദാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. ലഇൻ അമർത്തഹും ലയഖ്റുജുന്ന, ലയഖ്റുജുന്ന എങ്ങനെ വന്നെന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. ഖറജ യഖ്റുജു യഖ്റുജൂന, യഖ്റുജൂന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഒരു ലാമും അവസാനത്തിൽ ഒരു ഷദ്ദുള്ള നൂനും വന്നു. അപ്പോൾ ല യഖ്റുജൂനന്ന എന്നുള്ളതാണ് വന്നത്, അതിനെ ചുരുക്കിയിട്ടാണ് ല യഖ്റുജുന്ന എന്നാക്കി മാറ്റിയത്. ല യഖ്റുജു എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ആ നീട്ടലുണ്ടല്ലോ, അത് സുക്കൂനായിട്ടാണ് പരിഗണിക്കുക. ഇനി ഇന്ന എന്ന് പറയുമ്പോൾ 2 നൂനുകൾ, അതിൽ ആദ്യത്തെ നൂന് സുക്കൂനാണ്, ആ ഷദ്ദുള്ള നൂനിനെ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ നൂന് സുക്കൂനാണ്. അപ്പോൾ ലഹ്റുജു എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിലും സുക്കൂന്, ഇന്ന എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിലും സുക്കൂന്, 2 സുക്കൂനുകൾ അടുത്തടുത്ത് വന്നു. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ആ നീട്ടലിനെ നഷ്ടപ്പെടുത്തും, ആ നീട്ടലിനെ ഒഴിവാക്കും. അപ്പോൾ ലേ യഹ്റുജു എന്നുള്ളത് ലേ യഹ്റുജു എന്നാക്കും. ലേ യഹ്റുജുന്ന. ഖുൽ ലാ തുഖ്സിമു, അവിടെ ലാ തുഖ്സിമു എന്നുള്ളത് കൽപ്പനക്രിയയാണ്. അതായത് നമ്മൾ ലാ തക്തുബ്, നീ എഴുതരുത് എന്ന് പറയില്ലേ, അതേപോലെ ലാ തുഖ്സിമു, നിങ്ങൾ ശബ്ദം ചെയ്യരുത്. അപ്പോൾ ആ തുഖ്സിമു എന്നുള്ളതിന് ജസ്മ് കിട്ടിയിരിക്കുകയാണ്. ശരിക്കും തുഖ്സിമൂന എന്നുള്ളതാണ് മുദാരിയായിട്ടുള്ള ക്രിയ. അതിൻ്റെ അവസാനത്തെ നൂനെ കളഞ്ഞു, അതിന് ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് അത് കൽപ്പനക്രിയയായിട്ട് മാറുക. ലാ തുഖ്സിമു, നിങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറയരുത്, അല്ലെങ്കിൽ നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല. ത്വാഅത്തും മഅറൂഫ. ഇന്നല്ലാഹ ഖബീറുൻ, ഇന്നല്ലാഹ ഖബീറുൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നയ്ക്ക് ശേഷം ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് ഇന്നയുടെ ഇസ്മെന്ന് പറയും. അതിൻ്റെ ഒരു വിവരണമായി കൊണ്ടുവരുന്ന പദത്തെ ഇന്നയുടെ ഖബർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇന്നയ്ക്ക് ശേഷം ഇന്നയുടെ ഒരു ഇസ്മായി കൊണ്ടുവന്നത് ഇന്നല്ലാഹ, അള്ളാഹു എന്നുള്ള പദമാണ്. പിന്നെ അതിൻ്റെ ഒരു വിവരണമാണ് ഖബീർ എന്നുള്ള പദം. അപ്പോൾ ഇന്നയുടെ ഇസ്മിന് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും, സാധാരണ ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീനുണ്ടോ. അതുകൊണ്ട് ഇന്നല്ലാഹ എന്നേ പറയൂ, ഇന്നല്ലാഹു എന്ന് പറയില്ല. പിന്നെ അതിൻ്റെ വിവരണമായി കൊണ്ടുവരുന്ന ഇന്നയുടെ ഖബറായി കൊണ്ടുവരുന്ന പദത്തിന് റഫ് ആയിരിക്കും, അതുകൊണ്ട് ഖബീറുൻ എന്നാണ് പറയുക. അപ്പോൾ ഇന്നല്ലാഹ ഖബീറുൻ, ഇന്നല്ലാഹ ഖഫൂറുൻ ഒക്കെ ആ രൂപത്തിൽ വരുന്നതാണ്.
ബിമാ തഅമലൂൻ ഖുൽ അത്തിയഉല്ലാഹ അത്തിയഊ നിങ്ങൾ അനുസരിക്കുവിൻ ആരെ അല്ലാഹ അള്ളാഹുവിനെ. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം അവിടെ ഒബ്ജക്റ്റാണ്, കർമ്മമാണ്, മഫ്ഊൽ ബിഹിയാണ്. അതിനെപ്പോഴും ഇറാബ് നസ്ബായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹ അവസാനത്തിൽ ഫതഹ് എഴുതിയത്. അത്തിയഊ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ അർ റസൂല റസൂലിനെ. അപ്പോൾ അതും ആ റസൂൽ എന്നുള്ള പദവും മഫ്ഊൽ ബിഹിയാണ്. അതിന് ഇറാബ് നസ്ബായിരിക്കണം. അതുകൊണ്ടാണ് റസൂല അവസാനത്തിൽ ഫതഹ് എഴുതിയത്. ഫ ഇൻ തവല്ലൗ അവിടെ ശരിക്ക് തത്തവല്ലൗന എന്നാണ് അവിടെ പദം. തവല്ല എന്നുള്ളതാണ് മാദിയായ പദം. യത്തവല്ല തത്തവല്ല എന്നൊക്കെയാണ് മുലാരിയായിട്ടുള്ള പദം. തത്തവല്ലൗന യത്തവല്ലൗന അതൊക്കെയാണ് ആ ബഹുവചന രൂപത്തിലുള്ള മുലാരിയായിട്ടുള്ള പദം. ഈ തത്തവല്ലൗന എന്നുള്ളതിൻ്റെ മുമ്പിൽ ഇൻ വരുമ്പോൾ അതിന് ജസ്മ് കിട്ടും. അപ്പോൾ തത്തവല്ലൗന എന്നുള്ളതിലെ ആ അവസാനത്തെ നൂന് പോവും, ഇൻ തത്തവല്ലൗ എന്നാവും. പിന്നെ രണ്ട് താകൾ വരുമ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ അതിൽ ഒരു താവിനെ കളയാം. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഖദറിൽ തനസ്സലുൽ മലായിക്കത്തു, ശരിക്കും അവിടെ തത്തനസ്സലുൽ മലായിക്കത്തു ആണല്ലോ, അവിടെ തനസ്സലു എന്നാക്കി. കാരണം എന്താണ്, രണ്ട് താകൾ അടുത്തടുത്ത് വന്നു. അപ്പോൾ ഇവിടെ തവല്ലൗ അങ്ങനെ ആയതാണ്. തത്തവല്ലൗന എന്നുള്ളതിൽ അവസാനത്തെ നൂന് പോയി, അത് ജസ്മ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് താകളിൽ ഒരു താവിനെ കളഞ്ഞു. അങ്ങനെയാണ് ഇൻ തവല്ലൗ എന്നായത്. ഫ ഇന്നമാ അലൈഹി മാ ഹുമ്മില വ അലൈക്കും മാ ഹുമ്മിൽത്തും വ ഇൻ തുതിഊഹു തഹ്തദൂ. ഈ ഇന്ന് വരുന്ന ചില സന്ദർഭങ്ങളിൽ ആ ഇന്ന് ഒരു നിബന്ധനയായിക്കൊണ്ട് പറയും, അതിൻ്റെ ഒരു ജവാബും അതിൻ്റെ കൂടെ വരികയാണെങ്കിൽ അവിടെ രണ്ട് മുദാരിയായിട്ടുള്ള ക്രിയകൾ വരുമ്പോൾ ആ രണ്ട് മുദാരിയായിട്ടുള്ള ക്രിയകൾക്കും ജസ്മ് കിട്ടും. ഇവിടെ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഇൻ തുതിഊഹു തഹ്തദൂ. അപ്പോൾ തുതിഊന എന്ന് പറയുന്ന മുദാരിയായിട്ടുള്ള ക്രിയ വന്നു, തഹ്തദൂന എന്ന് പറയുന്ന മുദാരിയായിട്ടുള്ള ക്രിയ വന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇൻ തുതിഊഹു നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ തഹ്തദൂ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. അപ്പോൾ ഒന്ന് നിബന്ധനയാണ്, ഒന്ന് അതിൻ്റെ ജവാബാണ്, അത് കൊണ്ട് കിട്ടുന്ന റിസൾട്ടാണ്, അതിൻ്റെ ഫലമാണ്. അപ്പോൾ രണ്ടിനും ജസ്മ് കിട്ടും. തുതിഊന എന്നുള്ളതിന് പകരം തുതിഊ എന്നാക്കി അവസാനത്തെ നൂനെ കളഞ്ഞു, അതാ ഇന്ന് വന്നതുകൊണ്ടാണ്. തഹ്തദൂന എന്നുള്ളതിൻ്റെ നൂനിനെയും കളഞ്ഞു. അപ്പോൾ ഇന്ന് വന്നു, ഇന്നിന് ശേഷം രണ്ട് മുദാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടി. വമാ അലർ റസൂലി, അല എന്നുള്ളത് ഹർഫ് ജറാണ്. അലയ്ക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസർ കൊണ്ടോ കസർ തൻവീന് കൊണ്ടോ. അതുകൊണ്ടാണ് അർ റസൂൽ എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസർ വന്നത്, അല വന്നതുകൊണ്ട്. അലർ റസൂലി ഇല്ലൽ ബലാഹുൽ മുബീൻ, ബലാഹുൽ മുബീൻ, അൽ ബലാഹുൽ മുബീൻ. അവിടെ അൽ ബലാഹ് എന്നുള്ള പദത്തിൻ്റെ വിശേഷണമാണ് അൽ മുബീൻ, വ്യക്തമായ പ്രബോധനം. എങ്ങനെയുള്ള പ്രബോധനം? വ്യക്തമായ പ്രബോധനം. അപ്പോൾ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുകയാണ്, സിഫത്താണ് അല്ലെങ്കിൽ നാഴത്താണ്. അങ്ങനെ വരുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അൽ ബലാഹു തുടക്കത്തിൽ അൽഫ്ലാമുണ്ട്, അൽ മുബീൻ അവിടെയും തുടക്കത്തിൽ അൽഫ്ലാമുണ്ട്. അൽ ബലാഹു അവസാനത്തിൽ ലമ്മാണ്, റഫ് ആണ്. അൽ മുബീനു അതിൻ്റെയും അവസാനത്തിൽ റഫ് ആണ്. അപ്പോൾ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.